അഭിജിത്ത് എങ്ങനെയാണ് മരിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുടുംബം ആരോപിക്കുന്നത് എന്തൊക്കെയാണ്? ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ് അഭിജിത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ അഭിജിത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും അമ്മുമ്മയുടെയും പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിജിത്ത് ഈ മാർച്ച് മാസം 3-ാം തീയതി വീട്ടിൽ നിന്ന് പോകുന്നു. അഭിജിത്ത് സാധാരണഗതിയിൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞേ തിരികെ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മകൻ തിരികെ എത്താത്തത് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു കുടുംബം. അങ്ങനെ ഇരിക്കെയാണ് ഈ അഭിജിത്തിന്റെ അച്ഛൻ ഒരു ബാല ആർട്ടിസ്റ്റ് കൂടിയാണ്. അച്ഛൻ തിരികെ എത്തിയതിനു ശേഷം മകനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 16-ാം തീയതി വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഈ പരാതി നൽകുന്ന സമയത്ത് തന്നെ കുടുംബം അഭിജിത്തിന്റെ ഫോട്ടോയും അഭിജിത്ത് ആ ദിവസം ധരിച്ചിരുന്ന വസ്ത്രവുമെല്ലാം ആ ഒരു തെളിവ് സഹിതമാണ് പോലീസിന് വിവരങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അഭിജിത്ത് ഈ കുടുംബത്തിന്റെ ഈ സംഭവം നടന്ന ഏകദേശം ഇപ്പോൾ ഒരു 3 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും കുടുംബത്തിന്റെ ഒരു മൊഴി രേഖപ്പെടുത്താൻ പോലും വട്ടപ്പാറ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്ന് നമ്മൾ ഈ വീട്ടിലെത്തി അഭിജിത്തിന്റെ അമ്മുമ്മയോട് സംസാരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുന്നത്. കാരണം അഭിജിത്തിനെ ഈ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയത് വെട്ടുകാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തിന്റെ ഒരു കൂട്ടുകാരനാണ്, ഒരു 16 വയസ്സുകാരനാണ്. ഈ വെട്ടുകാട് സ്വദേശിയുടെ സഹോദരന്റെ കടയിലാണ് അഭിജിത്ത് ജോലിക്ക് നിന്നിരുന്നതും അവിടെ ശമ്പളവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അഭിജിത്ത് ശമ്പളം ചോദിച്ചതിന് അഭിജിത്തിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അമ്മുമ്മ നേരത്തെ നമ്മൾ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അഭിജിത്ത് വീട്ടിലേക്ക് വരികയും ചെയ്തത്. പിന്നീട് തർക്കങ്ങൾ ഉണ്ടാകുന്നു. വീട്ടിലുണ്ടായിരുന്ന അഭിജിത്തിനെ ഈ പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 16 വയസ്സുകാരൻ വെമ്പായം തേക്കടയിലെ വീട്ടിലെത്തി അഭിജിത്തിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. സുഹൃത്തിലേക്കോ മറ്റോ അന്വേഷണം നീങ്ങുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അയാളെ ചോദ്യം ചെയ്യുകയോ മറ്റോ? ജയലക്ഷ്മി, ഇതിലും കാരണം എന്ന് പറയുന്നത് ഈ കൂട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് സഹിതം ഈ കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നതാണ്. പോലീസിന് പക്ഷേ ഇതുവരെയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ സാധിച്ചില്ല. പിന്നീട് കുടുംബം തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ 16-കാരന്റെ അഡ്രസ്സൊക്കെ പോലീസിന് കൈമാറി. ഇതിനെ തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഈ 16-കാരനെ അമ്മയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എത്തിയപ്പോഴാണ് ആദ്യം ഈ 16 വയസ്സുകാരൻ പറഞ്ഞത് തനിക്ക് അറിയില്ല, എവിടെയാണ് പോയതെന്ന് അറിയില്ല, തങ്ങൾ ഒരുമിച്ച് പോയി. പക്ഷേ പിന്നീട് അഭിജിത്ത് അവിടെ നിന്ന് ബസ്സിൽ കയറി പോയി. അങ്ങനെയൊക്കെയാണ് മൊഴി പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ പോലീസ് ദീർഘനേരം ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ അഭിജിത്തിനെ ഒരു ട്രെയിൻ തട്ടി മരിച്ചതായി അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം പോലീസും ധരിപ്പിക്കുന്നത്. പിന്നീട് വട്ടപ്പാറ പോലീസ് ഈ ഒരു ഫോട്ടോ പേട്ട പോലീസിന് കൈമാറുകയും പേട്ട പോലീസ് അപ്പോഴാണ് സ്ഥിരീകരിക്കുന്നത് അതായത് 3-ാം തീയതി കാണാതായ മാർച്ച് മാസം 3-ാം തീയതി കാണാതായ അഭിജിത്തിനെ 5-ാം തീയതി തന്നെ പേട്ടയിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത അങ്ങനെയാണ് ഈ കുടുംബം അറിയുന്നത് പേട്ട പോലീസിൽ നിന്ന്. അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ DNA പരിശോധനയ്ക്കായി കുടുംബം പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അതിന്റെ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ പോലീസ് പറഞ്ഞത് ഇതേതോ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹമാണെന്ന് അവർ കരുതി. അങ്ങനെയാണ് അവർ 1 മാസത്തിന് ശേഷം ആ ഒരു മൃതദേഹം സംസ്കരിച്ചത് എന്നുള്ളൊരു വിശദീകരണമാണ് കുടുംബത്തോട് പേട്ട പോലീസ് പറഞ്ഞിരിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ പോലും നമ്മുടെ അതിഥി തൊഴിലാളികളാണ്, അങ്ങനെയാണ് ഉള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് പോലീസ് തേടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ കുടുംബം പരാതി നൽകുന്ന സമയത്തും അഭിജിത്തിന്റെ മൃതദേഹം ആശുപത്രിയിൽ ഇരിക്കുകയായിരിക്കും എന്നാണ് അച്ഛൻ തന്നെ വിഷമത്തോടു കൂടി പറയുന്നത്. അതായത് ഈ പരാതി നൽകിയിട്ട് മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് കാണാതായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മാച്ചിങ് നടത്തി നോക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഗുരുതര വീഴ്ച ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നത് വ്യക്തമാണ്.